എല്ലാവർക്കും നമസ്കാരം. വെബ് ഡയറിയിലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ CSS ഗ്രിഡിനെ പറ്റിയായിരുന്നു പഠിച്ചിരുന്നത്. അതിൻ്റെ കുറച്ച് ബേസിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബേസിക്സ് പഠിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്കത് എൻ്റെ തുടക്കകാലത്ത് തന്നെ എനിക്കറിയത്തില്ലായിരുന്നു അത് എവിടെയാണ് യൂസ്ഫുൾ ആകുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് നമ്മളത് പഠിച്ചതെന്ന് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാറുണ്ടായിരുന്നു. നിങ്ങൾ പലർക്കും ആ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. ഈ 3 ഡിസൈനുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച CSS ഗ്രിഡിൻ്റെ ബേസിക്സ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഈ 4ാമത്തെ ഡിസൈൻ എന്തിനാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ 3 ഡിസൈൻ ഞാൻ ചെയ്ത് കാണിക്കാം. 4ാമത്തെ ഡിസൈൻ നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ CSS ഗ്രിഡിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും കാണുക. കാരണം അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എഡിറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ index.html എന്ന് പറയുന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു style.cssഉം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. HTML നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു റാപ്പർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഹെഡർ എന്ന് പറയുന്നൊരു സെക്ഷനും റാപ്പർ എന്ന് പറയുന്ന മറ്റൊരു സെക്ഷനും ക്രിയേറ്റ് ചെയ്തു. റാപ്പറിനകത്ത് ഞാൻ 6 ഇമേജസ് കൊടുത്തു. കാരണം നമ്മുടെ ഡിസൈൻ പ്രകാരം നമുക്ക് ഒരു കണ്ടെയ്നർ ഉണ്ട്. ഇതാണ് നമ്മുടെ കണ്ടെയ്നർ എന്ന് പറയുന്നത് അല്ലേ. ഈ കണ്ടെയ്നറിനകത്ത് ഒരു ഹെഡറുണ്ട്, ഒരു റാപ്പറുണ്ട്. റാപ്പറിൽ 6 ഇമേജസ് ഉണ്ട്. ഇനി ഈ ഫയൽ റൺ ചെയ്യാനായിട്ട് ഞാനിവിടെ വരുന്നു. index.html റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്ന് കൊടുക്കാനായിട്ട് പോകുന്നു. ഈ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷനാണ്. ആ എക്സ്റ്റൻഷൻ ഉപയോഗിക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോജക്റ്റിൽ എവിടെ എന്ത് ചേഞ്ചസ് വരുത്തിയാലും അത് നമ്മൾ ബ്രൗസറിൽ ഈ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ റീഫ്രഷ് ആയിട്ട് വരും. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എക്സ്റ്റൻഷനാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലൈവ് സെർവർ എന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ആദ്യം വരുന്ന ലൈവ് സെർവർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുത്തു. ഞാൻ ഉപയോഗിക്കുന്ന ബ്രൗസർ മോസില്ല ഫയർഫോക്സ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആദ്യം നമ്മുടെ പേജ് റെൻഡർ ആയിട്ടുള്ളത്. ഇനി നമുക്ക് CSSലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ style.csൽ വന്നു. അതിനുശേഷം ഞാൻ കണ്ടെയ്നറിന് ഒരു 1136 പിക്സൽ വിഡ്ത്തും മാർജിൻ ഓട്ടോയും കൊടുത്തു. അപ്പോൾ ഈ കണ്ടെയ്നർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിവിടെ ഇൻസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. കണ്ടെയ്നർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു 1136 പിക്സൽ വിഡ്ത്തോടു കൂടി ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. മാർജിൻ ഓട്ടോ കൊടുക്കുന്നത് വഴി അത് സെൻറ്ററിലേക്ക് അലൈൻ ആവുകയും ചെയ്യും. ഇതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ CSS ഗ്രിഡിൻ്റെ കൂടുതൽ ഉപയോഗത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ style.cssനെ ഓപ്പൺ ടു സൈറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു വിൻഡോയിൽ തന്നെ HTMLഉം CSSഉം കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ എനിക്ക് റാപ്പർ എന്ന് പറയുന്ന ഡിവിന് ഞാൻ ആദ്യം ഡിസ്പ്ലേ ഗ്രിഡ് കൊടുത്തു. പേരൻറ്റ് റാപ്പറിനാണ് നമ്മൾ എപ്പോഴും ഡിസ്പ്ലേ ഗ്രിഡ് കൊടുക്കേണ്ടത്. ഡിസ്പ്ലേ ഗ്രിഡ് കൊടുത്തു പറഞ്ഞിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഈ ഒരു ചെക്ക് ബോക്സ് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ നമ്പർ ഓഫ് ലൈൻസ് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഡിസൈൻ പ്രകാരം നമുക്ക് 3 കോളമാണ് വേണ്ടത്. അപ്പോൾ അത് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഗ്രിഡ് ടെംപ്ലേറ്റ് കോളം എന്ന് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് വാല്യൂസ് നമുക്ക് പിക്സലിലും പറഞ്ഞു കൊടുക്കാം, FRലും പറഞ്ഞു കൊടുക്കാം. പിക്സലിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതൊരിക്കലും റെസ്പോൺസീവ് ആവില്ല. FRൽ തന്നെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1FR 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 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ടോട്ടൽ കണ്ടെയ്നർ വിഡ്ത്തിനെ ഇത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈക്വലായിട്ട് കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കുറച്ച് ഗ്യാപ്പ് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റാപ്പറിനകത്തുള്ള ഇമേജിന് നമ്മൾ വിഡ്ത്ത് 100% കൊടുക്കുക. സ്ക്രീൻ എത്ര വലുതായാലും ചെറുതായാലും ഇമേജിൻ്റെ വിഡ്ത്ത് എപ്പോഴും 100% ആയിരിക്കും. ഇനി നമുക്ക് ഡിസൈൻ പ്രകാരം ഒരു 30 പിക്സൽ ഗ്യാപ്പ് താഴെയും മുകളിലുമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കൊടുക്കാനായിട്ട് നമ്മൾ ഗ്രിഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതൊരു 30 പിക്സൽ കൊടുക്കുക. അപ്പോൾ 30 പിക്സൽ കൊടുത്തു കഴിയുമ്പം കണ്ടില്ലേ, കോളത്തിനും റോയ്ക്കും ഇടയ്ക്ക് 30 പിക്സൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ലേഔട്ട് ഏകദേശം നമുക്ക് ഒരു 90% നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു വെബ് ഡയറി എന്നുള്ള ഈ ഒരു ഹെഡർ സെക്ഷൻ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വന്നു. ഹെഡർ എന്ന് പറയുന്നതിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ടല്ലേ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണെന്ന് നമുക്ക് ഇവിടുന്ന് പിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വന്നു, ഇത് പിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് കിട്ടി. ആ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് നേരെ ഇവിടെ വന്ന് നോക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി ഡിസൈൻ പ്രകാരം നമുക്ക് മുകളിലും താഴെയുമായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ. അപ്പോൾ മുകളിൽ ഞാനൊരു 30 പിക്സലും താഴെ ഞാനൊരു 60 പിക്സലുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്കറിയാം നമുക്ക് മാർജിൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ടോപ്പ് വാല്യൂ 30 പിക്സൽ കൊടുത്തു, റൈറ്റ് വാല്യൂ 0 കൊടുത്തു, ബോട്ടം വാല്യൂ 60 പിക്സൽ കൊടുത്തു. 4ാമത്തെ വാല്യൂ കൊടുത്തില്ല, അതുകൊണ്ട് 0 തന്നെയായിരിക്കും എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്കിവിടെ
0 എന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഡിസൈൻ പ്രകാരം നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു. ഇനി നമ്മൾ വീണ്ടും ഡിസൈൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഈ വെബ് ഡയറിയുടെ ചുറ്റിലും ഒരു പാഡിങ് വന്നിട്ടുണ്ട്, ഒരു സ്പേസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വന്നിട്ട് നമുക്ക് പാഡിങ് എന്ന് പറയുന്നൊരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 30 പിക്സൽ പാഡിങ് ടോട്ടലി കൊടുക്കുകയാണ്. ഇപ്പോൾ പാഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ കണ്ടില്ല, നമ്മുടെ ഡിസൈൻ പ്രകാരമുള്ള ഒരു പാഡിങ് വന്ന് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. ഞാനത് പാഡിങ് 20 പിക്സലിലേക്ക് മാറ്റി. ആ ഒരു സെഷനിൽ മാറ്റം വരുത്താനുള്ള എന്താണെന്ന് വെച്ചാൽ കളർ വൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ കോഡിൽ വന്ന് നോക്കുകയാണെങ്കിൽ ഹെഡറിൽ H2 എന്ന് പറയുന്ന ഒരു ടാഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹെഡർ H2ൽ നമ്മൾ കളർ വൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി നമ്മൾ വന്ന് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, വൈറ്റ് കളറിൽ വന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡിസൈൻ. അപ്പോൾ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. കണ്ടില്ലേ, എത്ര പെട്ടെന്നാണ് നമുക്കത് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചത്. ജസ്റ്റ് നമ്മൾ എഴുതി കൊടുത്തത്, നമ്മൾ ജസ്റ്റ് ഡിസ്പ്ലേ ഗ്രിഡ് കൊടുത്തു, ഡിസ്പ്ലേ ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് 1FR വെച്ച് കൊടുത്തു, ഗ്രിഡ് ഗ്യാപ്പ് 30 പിക്സൽ വെച്ച് കൊടുത്തു. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ടുള്ള വാല്യൂസ് വരികയാണെങ്കിൽ, അതായത് 3 കോളത്തിലും ഒരേ വാല്യൂ ആണ് വരുന്നതെങ്കിൽ നമുക്കിതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. അപ്പോൾ അവിടെ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ 2 വാല്യൂ ആണ് പാസ് ചെയ്യേണ്ടത്. ആദ്യത്തെ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എത്ര കോളം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് 3 കോളമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് ഓരോ കോളവും എത്ര ഫ്രാക്ഷൻ ഓഫ് യൂണിറ്റ് വേണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ 1FR വെച്ചിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് സെയിം റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ഇനി രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് പോവുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ഡിസൈനിൽ നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. നമ്മുടെ ഹെഡർ അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു ടെക്സ്റ്റ് ബോക്സിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഇമേജ് എന്ന് പറയുന്ന ടാഗ് ഇനിയിപ്പോൾ അവിടെ ആവശ്യമില്ല, കാരണം അതിലിനി വരാൻ പോകുന്നത് ടെക്സ്റ്റാണ്. അപ്പോൾ അതിൽ ഞാൻ H3 എന്ന് പറയുന്ന ഒരു ടാഗിൽ നേച്ചർ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് കൊടുത്തു. പിന്നീട് അതിൽ 2 പാരഗ്രാഫ് ടാഗ് ഉണ്ട്. അപ്പോൾ ആ 2 പാരഗ്രാഫിന് വേണ്ടിയിട്ട് 2 പാരഗ്രാഫ് ടാഗ് ഞാൻ ഓപ്പൺ ചെയ്തു. പിന്നീട് ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യത്തെ പാരഗ്രാഫ് കോപ്പി ചെയ്തു, അത് അതിനുള്ളിൽ കൊണ്ടിട്ടു. രണ്ടാമത്തെ പാരഗ്രാഫ് ഞാൻ കോപ്പി ചെയ്തു, അതിനകത്ത് കൊണ്ടിട്ടു, സേവ് ചെയ്തു. അതിനുശേഷം ഞാൻ വന്ന് ബ്രൗസറിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കിങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒന്നാമത്തെ രണ്ടാമത്തെയും കോളംസ് മെർജ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ റാപ്പർ എന്ന് പറയുന്ന ഡിവിൽ അകത്ത് തന്നെ ഐറ്റം എന്ന് പറയുന്ന ക്ലാസ് ഉണ്ടല്ലേ. ഐറ്റത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് item 1, item 2, item 3 അങ്ങനെ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ item 1 ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം item 1-ന് എന്താണ് സംഭവിക്കേണ്ടത് എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ വന്നു, ഇൻസ്പെക്ട് എലമെൻറ്റ് കൊടുത്തു. നിങ്ങൾ ഗ്രിഡ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഈ മോസില്ല ഫയർഫോക്സിൽ വന്നിട്ട് ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ടോ, ഈ ചെക്ക് ബോക്സ് ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ലൈൻസ് കാണാൻ പറ്റും. റോയുടെയും കോളത്തിൻ്റെയും ലൈൻസ് നമുക്ക് ഈസി ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ലേഔട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഡിസൈൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇപ്പം ഒന്നാമത്തെ രണ്ടാമത്തെയും കോളം മെർജാണ്. കോളം സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് 1 ആണ്, കോളം എൻഡ് ചെയ്യുന്ന പോയിൻ്റ് 3 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു, നമ്മൾ പറയാണ് ഗ്രിഡ് കോളം സ്റ്റാർട്ട് 1 ആണ് അല്ലേ. അതുപോലെ തന്നെ ഗ്രിഡ് കോളം എൻഡ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമ്മൾ വന്ന് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഗ്രിഡ് കോളം 1 ഇവിടുന്ന് 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു 3-ലേക്ക് 3 വരെ എടുത്തു. ഇനി നമുക്ക് ആ ഒരു ഡിവിൻ്റെ നമുക്ക് സ്റ്റൈൽ പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ഡിസൈനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ അതിന് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ളൊരു ഗ്രീൻ കളറാണ്. പിന്നീട് കളറെല്ലാം വൈറ്റുമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ റാപ്പറിനകത്തുള്ള item 1-നകത്തുള്ള H3 സെലക്ട് ചെയ്തു, കളറ് വൈറ്റ് ആണ് അല്ലേ. കൂടാതെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ സെറ്റ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ സെലക്ട് ചെയ്തു, പേസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മളിതൊന്നുകൂടെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തു, കാരണം പാരഗ്രാഫ് ടാഗും വൈറ്റ് കളറാണ്. അപ്പോൾ പാരഗ്രാഫ് ടാഗും ഞാൻ കൊടുത്തു, വൈറ്റ് കളർ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിവിടെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് തൽക്കാലം ഈ ഒരു ഗ്രിഡ് ക്ലോസ് ചെയ്തിടാം. ഓക്കെ, ഇപ്പം നമുക്ക് കാണാം, നമുക്ക് സെക്കൻഡ് ലേഔട്ട് ഏകദേശം ശരിയായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് ഒരു ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 40 ആണ്. പിന്നീട് പാരഗ്രാഫിൻ്റെ ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 18 പിക്സലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫോണ്ട് സൈസ്
40 പിക്സലും ഇതിൻ്റെ പാരഗ്രാഫിൻ്റെ ഫോണ്ട് സൈസ് 18 പിക്സലും പറഞ്ഞു കൊടുത്തു. സേവ് ചെയ്തു, നമ്മൾ നോക്കുന്നു. ഓക്കെ, ടെക്സ്റ്റ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഡിസൈൻ പ്രകാരം അതിന് ചുറ്റിലും ഒരു സ്പേസ് ഉണ്ടല്ലേ. ഞാനൊരു 30 പിക്സലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഐറ്റം 1 വന്നിട്ട് പാഡിങ് എന്ന് പറയുന്നത് 30 പിക്സൽ കൊടുക്കാം. അപ്പോൾ എപ്പോഴും പാഡിങ് കൊടുക്കുമ്പോഴും ബോക്സിനകത്തായിരിക്കും പാഡിങ് എപ്പോഴും വർക്കാവുന്നത്. നമ്മൾ മാർജിൻ കൊടുക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ബോക്സിന് പുറത്ത് നമുക്ക് എന്തെങ്കിലും സ്പേസ് വേണമെങ്കിലാണ് നമ്മളെപ്പോഴും മാർജിൻ ഉപയോഗിക്കുന്നത്. ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ വന്ന് നോക്കുകയാണെങ്കിൽ കണ്ടില്ല, ഇപ്പോൾ ഏകദേശം ഡിസൈൻ ആയിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഈ ടൈറ്റിലിൻ്റെ താഴെ നമുക്കൊരു സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ പാരഗ്രാഫിൻ്റെ ഇടയിലും ഒരു സ്പേസ് ഉണ്ട്. അപ്പം ടൈറ്റിലിൻ്റെ താഴെ ഒരു മാർജിനാണ് കൊടുക്കാൻ പോകുന്നത്. മാർജിൻ ബോട്ടം എന്ന് പറയുന്ന വാല്യൂ ഞാനൊരു 20 പിക്സൽ കൊടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ മാർജിൻ ബോട്ടം എന്ന് പറയുന്നത് ഒരു 30 പിക്സലും കൊടുത്തു. നമ്മൾ വന്ന് നോക്കുകയാണെങ്കിൽ കണ്ടില്ല, നമ്മൾ രണ്ടാമത്തെ ലേഔട്ടും നമ്മൾ വളരെ എളുപ്പം തന്നെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലേഔട്ടിൽ നിന്ന് നമ്മൾ ആകെ ആഡ് ചെയ്തത്, ആ ഒരു ലേഔട്ട് കിട്ടുവാൻ വേണ്ടി നമ്മൾ ആകെ ആഡ് ചെയ്തത് ഗ്രിഡ് കോളം സ്റ്റാർട്ടും ഗ്രിഡ് കോളം എൻഡ് എന്ന് പറയുന്ന 2 വാല്യൂ മാത്രമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ഡിസൈനിലേക്ക് കിടക്കാം. അപ്പോൾ ഡിസൈൻ 3 നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ടെക്സ്റ്റ് ബോക്സ് നമ്മൾ താഴേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വന്നു. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് ഈ നമ്പേഴ്സാണ്. അതായത് ഈ ഓരോ നമ്പറും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ഓരോ നമ്പേഴ്സും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോ കോളത്തെയാണ്. അതായത് 1 മുതൽ 2 വരെയാണ് ഒന്നാമത്തെ കോളം, 2 മുതൽ 3 വരെ രണ്ടാമത്തെ കോളം, 3 മുതൽ 4 വരെ മൂന്നാമത്തെ കോളം. അതുപോലെ വലത്തോട്ട് പോവുകയാണെങ്കിൽ 1 മുതൽ 2 വരെ വലത്തേക്ക് ഒന്നാമത്തെ റോ, 2 മുതൽ 3 വരെ വലത്തേക്ക് രണ്ടാമത്തെ റോ അല്ലേ. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് നമ്മുടെ ഡിസൈൻ പ്രകാരം ഇവിടെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോളം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ കോളം മുതൽ എൻഡ് ചെയ്യുന്നത് 4ാമത്തെ കോളം വരെയാണ്. അപ്പോൾ നമുക്കത് ആദ്യം അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഗ്രിഡ് കോളം സ്റ്റാർട്ട് ചെയ്യുന്നത് 2, എൻഡ് ചെയ്യുന്നത് 4. ഇനി നമുക്ക് റോ പറഞ്ഞു കൊടുക്കണം. അതായത് ഗ്രിഡ് റോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഗ്രിഡ് റോ നിൽക്കുന്നത് 1ാമത്തെ റോയിലാണ് നിൽക്കുന്നത്. ഗ്രിഡ് റോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ 2ാമത്തെ റോയിലാണ്. ആ 2 എന്നുള്ള വാല്യൂ എങ്ങനെ കിട്ടി? നമ്മളിവിടെ വന്ന് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, 2ാമത്തെ റോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. 2ാമത്തെ റോ എൻഡ് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കൂടുതൽ റോസ് ഉണ്ടെങ്കിൽ മാത്രം എൻഡ് പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷേ ഒരു സേഫ് സൈഡിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2ാമത്തെ റോയുടെ എൻഡ് നമ്മൾ 3 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം ഗ്രിഡ് റോ എൻഡ് ചെയ്യുന്നത് 3ാമത്തെ റോയിലാണ്. അപ്പോൾ നമ്മൾ സേവ് ചെയ്തു. നമ്മളിപ്പം ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കണ്ടില്ലേ, വേറൊരു കാര്യം കൂടി ചെയ്യാൻ ഞാൻ മറന്നുപോയി. അതായത് താഴെ ഒരു മാർജിൻ ബോട്ടം ഉണ്ട്. അപ്പം നമ്മൾ റാപ്പറിന് നമ്മുടെ ഡിസൈനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ താഴെ ഒരു മാർജിൻ ബോട്ടം ഉണ്ടല്ലേ. അപ്പോൾ റാപ്പറിന് ഞാൻ മാർജിൻ ബോട്ടം ഒരു 30 പിക്സൽ കൂടി കൊടുത്തു. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഡിസൈനും വളരെ എളുപ്പം തന്നെ നമുക്ക് ചെയ്തെടുക്കുവാനായിട്ട് സാധിച്ചു.